വീണ്ടും അടിമാലിയിലേക്ക് പോകുന്നു. ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ, ഒരു കുടുംബം മണ്ണിനടിയിൽ പെട്ടതായി സൂചനയുണ്ട്. സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. വീണ്ടും സുബിനിലേക്ക് പോവുകയാണ്. സുബിൻ, ഇങ്ങനെയൊരു ദുരന്തം ഡെമോക്രസിൻ്റെ വാള് പോലെ ഇങ്ങനെ തൂങ്ങി നിന്നിട്ടും എന്തുകൊണ്ട് ജില്ലാ ഭരണകൂടം ഇടപെട്ടില്ല? ആദ്യഘട്ടത്തിൽ പ്രധാനമായും ഇവിടെ നിന്നും ആളുകളോട് മാറി താമസിക്കാനുള്ള ഒരു നിർദ്ദേശം നിലവിൽ നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണ, അതായത് അടിമാലി ഗ്രാമപഞ്ചായത്ത് വ്യക്തമാക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഈ 22 കുടുംബങ്ങളെ മാത്രമാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു വലിയ മൺകൂന, അതായത് ഒരു മലയ്ക്ക് സമാനമായ ഒരു വലിയ മൺകൂനയാണ് ഈ ഒരു അപകടാവസ്ഥ ഉണ്ടാക്കുന്ന തരത്തിൽ ഇവിടെ നിന്നിരുന്നത്. അത് പൂർണ്ണമായും വിണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യവുമായിരുന്നു. ഈ സമയത്ത് ഇതിന് താഴ്ഭാഗത്തുണ്ടായിരുന്ന മറ്റു കുടുംബങ്ങളെ എന്തുകൊണ്ട് മാറ്റിപ്പാർപ്പിച്ചില്ല, അല്ലെങ്കിൽ മാറ്റിപ്പാർപ്പിക്കാൻ എന്തുകൊണ്ട് ഇടപെടൽ നടത്തിയില്ല എന്നുള്ളൊരു ചോദ്യം കൃത്യമായി ഉയർന്നു വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതും. പ്രധാനമായും ജില്ലാ ഭരണകൂടം, അതായത് ജിയോളജി വകുപ്പ് ഉൾപ്പെടെ കൃത്യമായ നിരീക്ഷണം നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ കൃത്യമായ നിരീക്ഷണം ഇവിടെ നടത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പഞ്ചായത്ത് അധികൃതർ മാത്രം എത്തി ഈ ഇത്തരത്തിൽ ഈ ഒരു അപകട സാഹചര്യം ഉള്ളത് കൊണ്ട് ഈ ആളുകളോട് മാറി താമസിക്കണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറണം എന്നുള്ളൊരു നിർദ്ദേശം മാത്രമാണ് നൽകിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഒരു താൽക്കാലികമായ ഒരു ക്യാമ്പ്, അതായത് അടിമാലി ഗവൺമെന്റ് സ്കൂളിൽ ഒരു ക്യാമ്പ് ആരംഭിക്കുകയും ചെയ്തിരുന്നത്. നിലവിൽ ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര നടപടികൾ നിലവിൽ സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ്. അതായത് വൈകിയെങ്കിലും വൈകി എടുത്തൊരു തീരുമാനത്തിലേക്ക് നിലവിൽ ജില്ലാ ഭരണകൂടം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ അടിയന്തരമായി മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കുകയും ഈ അകപ്പെട്ട കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു നിർദ്ദേശം നിലവിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. നിലവിൽ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം ആ മേഖലയിൽ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുള്ള ആളുകൾ, അതായത് ഒരു വീടിന്റെ മധ്യഭാഗത്ത്, അതായത് ഹാളിനുള്ളിലാണ് ഇവർ കുടുങ്ങി കിടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആളുകൾ അവരുമായി സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സുബിൻ, ഈ കുടുങ്ങിയവരെ മണ്ണിനടിയിൽ കാണുന്നുണ്ട്, അവരുടെ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് രക്ഷാപ്രവർത്തകർ പറഞ്ഞതായിട്ടുള്ള വാർത്തയും പുറത്തു വരുന്നു. ആശ്വാസകരമായ ഒരു വാർത്തയാണ് അത്തരത്തിൽ പുറത്തേക്ക് വരുന്നത്. അതായത് ഈ വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുമായി ഇവർക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. പുറത്തു നിന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് തിരിച്ച് പ്രതികരണം ലഭിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് അവിടെ നിന്നുള്ള ആളുകൾ നമുക്ക്, അല്ലെങ്കിൽ പ്രതികരണമാണ് ആ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഇനിയും മേഖലയിൽ മണ്ണിടിയാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ഒരു ശ്രമമാണ് എന്തായാലും ഫയർഫോഴ്സിന്റെയും അതുപോലെ നാട്ടുകാരുടെയും ഭാഗത്ത് നിന്ന് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ കൃത്യമായി പറഞ്ഞാൽ വളരെ വെളിച്ച സംവിധാനങ്ങളുടെ അഭാവമാണ് നിലവിൽ ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു തരത്തിലും വെളിച്ചങ്ങൾ അവിടേക്ക് എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. ഈ മണ്ണിടിച്ച് കിടക്കുന്നത് കൊണ്ട് ഒരു മൺകൂന ഒന്നാകെ താഴേക്ക് വന്ന് പതിച്ചിരിക്കുകയാണ്. ഏകദേശം 4ഓളം വീടുകളുടെ മുകളിലേക്ക് ഈ മണ്ണിടിഞ്ഞ് വീണ് ഈ വീടുകൾ പൂർണ്ണമായി മൂടിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉള്ള സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് ഈ വെളിച്ചവുമായി എത്തുന്നതിന്റെ ഒരു സംവിധാനം, അല്ലെങ്കിൽ വെളിച്ച സംവിധാനം എത്തിക്കുന്നതിൽ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. ഈ ഫയർഫോഴ്സിന് ഉൾപ്പെടെയുള്ള വലിയ ലൈറ്റുകൾ ഈ മേഖലയിലേക്ക് എത്തിച്ചെങ്കിൽ മാത്രമേ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ശ്രമം, അതായത് കൂടുതൽ വെളിച്ചം അവിടെ എത്തിക്കാൻ, അതായത് സുബിൻ, രക്ഷാപ്രവർത്തനം വേണ്ട രീതിയിൽ പുരോഗമിക്കുന്നില്ല, അതിനുള്ള സംവിധാനം, സന്നാഹം ജില്ലാ ഭരണകൂടം ഉറപ്പുവരുത്തുന്നില്ല. കൃത്യമായി ഫയർഫോഴ്സ് ഇതുമായി ബന്ധപ്പെട്ട് അവിടേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ജില്ലാ ഭരണകൂടത്തിന്റെയോ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ കൂടുതൽ സംവിധാനങ്ങൾ, അതായത് ഇപ്പോൾ അത്യാവശ്യം വേണ്ടത് വെളിച്ച സംവിധാനമാണ്. ഈ വെളിച്ച സംവിധാനം അവിടേക്ക് എത്തിക്കുന്നതിനായിട്ട് കൃത്യമായ ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്ന് കൂടുതലായി ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അടിയന്തരമായി തന്നെ അവിടെ എത്തിക്കേണ്ടതായുണ്ട്. നിലവിൽ ഈ ടോർച്ച് ലൈറ്റുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. ചില ടോർച്ച് ലൈറ്റുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ആ ഒരു രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. കൂടാതെ മൊബൈൽ ലൈറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നിലവിൽ ആ രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മണ്ണ് നീക്കുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മൊബൈൽ വെളിച്ചത്തിന്റെയും അതുപോലെ തന്നെ ഈ ടോർച്ച് ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെയും ഒരു വെട്ടം ഉപയോഗിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വെളിച്ചം അവിടേക്ക് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ അടിയന്തര ഇടപെടൽ നടത്തി ഈ മേഖലയിൽ കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് നടക്കുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായുണ്ട്. കൂടുതൽ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ മാറ്റി പാർപ്പിക്കേണ്ടതായുണ്ട്. അതിനുവേണ്ട ക്രമീകരണങ്ങളും അടിയന്തരമായി തന്നെ അവിടെ സ്വീകരിക്കേണ്ടതായുണ്ട്. അതിനുവേണ്ടി ഇടപെടലാണ് ഇനി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. സുബിൻ, ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന കുടുംബത്തിൽ എത്ര പേരുണ്ട്, എത്ര അംഗങ്ങളുണ്ട്?
നിലവിൽ 2 പേർ മാത്രമാണ് ഉള്ളതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദമ്പതികളാണ് ഈ വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നുള്ള ആളുകൾ നൽകുന്ന വിവരം. അതായത് ഈ മണ്ണിടിയാനുള്ള സാധ്യത മുന്നിൽ കണ്ട് 22 കുടുംബങ്ങളോട് മാറി താമസിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇവിടെ നിന്നും മാറി താമസിച്ച കുടുംബം തിരികെ ഇവിടേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ആളുകൾ പറയുന്നത്. ചില രേഖകൾ എടുക്കുന്നതിന് വേണ്ടിയാണ് അവിടേക്ക് എത്തിയത്. ആ രേഖകൾ എടുക്കുന്നതിന് വേണ്ടി വീടിനുള്ളിൽ നിൽക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി മണ്ണൊന്നാകെ വീടിന് മുകളിലേക്ക് വന്ന് പതിച്ചത് എന്നുള്ളതാണ്. അതിനുശേഷം ഇവർ ഈ മണ്ണിനടിയിൽ അകപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ഇവിടെ നിന്നുള്ള ആളുകൾ ഇത് അറിയുകയും ഇവിടേക്ക് എത്തുകയും ഈ രക്ഷാപ്രവർത്തനം നടത്തുകയുമായിരുന്നു. 2 പേരാണ് നിലവിൽ ഇപ്പോൾ ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കൂടുതൽ പരിശോധനകൾ നടത്തിയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇവരെ രക്ഷിച്ച് പുറത്തേക്ക് എത്തിയെങ്കിൽ മാത്രമേ കൂടുതൽ ആളുകൾ ഇതിനുള്ളിൽ അകപ്പെട്ടിട്ടുണ്ടെന്ന് നടക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തതയുണ്ടാകും. സുബിൻ, മണ്ണിടിയാൻ സാധ്യതയുള്ള മറ്റ് പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? നോക്കൂ, കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ സ്ഥലത്താണ് വീണ്ടും മണ്ണിടിഞ്ഞിരിക്കുന്നത്. നേരത്തെ സുബിൻ റിപ്പോർട്ട് ചെയ്ത പോലെ ഇവിടെ നിന്ന് ആളുകൾ മാറി താമസിക്കാൻ തയ്യാറല്ല. പക്ഷേ ഇങ്ങനെ ഉള്ള സ്ഥലത്ത് വീണ്ടും മണ്ണ് ഇടിയുകയാണ്. എന്തുകൊണ്ട് ജില്ലാ ഭരണകൂടം ഇവരെ നിർബന്ധിച്ച് മാറ്റി പാർപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് സത്വര നടപടികൾ സ്വീകരിക്കുന്നില്ല ഈ വിഷയത്തിൽ? കൃത്യമായും ഇന്ന് ഉച്ചയോടുകൂടിയാണ്, ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടാവസ്ഥ, അല്ലെങ്കിൽ ഈ ഒരു മൺതിട്ട ഒന്നാകെ ഒരു വിള്ളൽ രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ റോഡിന്റെ 2 വശത്തും വലിയ മൺകൂനുകൾ രൂപപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ വിള്ളൽ രൂപപ്പെട്ടതിന് പിന്നാലെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു ആളുകളോട് മാറി താമസിക്കണമെന്ന നിർദ്ദേശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാത്രമാണ് നൽകിയിരുന്നത്. ജില്ലാ ഭരണകൂടം കൃത്യമായ ഇടപെടൽ അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതായുണ്ട്. ഈ ജിയോളജി വകുപ്പ് ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തേണ്ടതായിരുന്നു. ഇത്തരത്തിലൊരു സംഭവം പറഞ്ഞപ്പോൾ തന്നെ നടത്തേണ്ടതായിരുന്നു. അത്തരത്തിലൊരു ഒരു പരിശോധന അവിടെ നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ആ ഒരു വ്യക്തത വരുത്തേണ്ടതായുണ്ട്. ഒരു ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നിരവധി ഇടങ്ങളിൽ ഈ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് അടിമാലി മുതൽ നേര്യമംഗലം വരെയും അടിമാലി മുതൽ മൂന്നാർ വരെയുമുള്ള ഭാഗത്ത് നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ വലിയ മൺതിട്ടകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആ മൺതിട്ടകളെല്ലാം തന്നെ അപകടാവസ്ഥ ഉണ്ടാക്കുന്ന തരത്തിലാണ്. അതായത് റോഡിന് മുകളിലുള്ള വീടുകളാണെങ്കിലും റോഡിന് താഴ്ഭാഗത്തുള്ള വീടുകളാണെങ്കിലും എല്ലാം തന്നെ അപകടം ഉണ്ടാക്കുന്ന തരത്തിൽ വലിയ മൺതിട്ടകളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അതിൽ ഒരു അടിയന്തര ഇടപെടൽ, അതായത് ഒരു അപകട സാഹചര്യം ഒഴിവാക്കാനുള്ള ഒരു ക്രമീകരണം അല്ലെങ്കിൽ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ അവിടെ നിർമ്മിക്കേണ്ടതായുണ്ട്. പക്ഷേ ഈ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനെല്ലാം തന്നെ ഒരു വലിയ കാലതാമസം നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റോഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആളുകളുടെ ജീവന് ഭീഷണിയാകുന്ന വിധത്തിൽ രൂപപ്പെട്ടിട്ടുള്ള വലിയ മൺതിട്ടകൾ, അത് മണ്ണിടിഞ്ഞ് താഴേക്ക് പോരാതെ അല്ലെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ അത് സംരക്ഷിക്കേണ്ട സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കുന്നതിലും ഒരു കാലതാമസം ഉണ്ടാവുന്നുണ്ട്. ഇത്തരത്തിൽ അപകടം നിലനിൽക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ അപകടം ഉണ്ടാകുന്ന തരത്തിലേക്ക് മൺതിട്ടകൾ രൂപപ്പെടുമ്പോഴും അവിടെ ആളുകൾക്ക് വേണ്ട സുരക്ഷ ഒരുക്കാനോ അവർക്ക് വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനോ എന്തുകൊണ്ട് ഇത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന ജില്ലാ ഭരണകൂടമോ അതിനു വേണ്ട ഒരു കൃത്യമായ ഇടപെടൽ നടത്തിയില്ല അല്ലെങ്കിൽ നടത്തുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും അവിടെ അവശേഷിക്കുകയാണ്. പ്രധാനമായും ഇതിനു മുമ്പ് വലിയ അപകടങ്ങൾ ഉണ്ടാകാതിരുന്നത് അല്ലെങ്കിൽ ഈ അപകട സാധ്യതകൾ വളരെ കുറവുണ്ടായിരുന്ന ഒരു പ്രദേശമൊക്കെയാണ് ഇവിടം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ ഈ വലിയ മൺതിട്ടകൾ രൂപപ്പെട്ടതിന് ശേഷമാണ് ഈ പ്രദേശം എല്ലാം തന്നെ ഒരു മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന പ്രദേശമായി മാറിയത്. അതിന്റെ ഒരു അനന്തര ഫലമാണ് ഇത്തരത്തിൽ ഈ ഒരു കോളനിയിൽ, അതായത് ഈ കോളനിയിൽ സംഭവിച്ചത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. യെസ് സുബിൻ, തുടരണം. ഇടുക്കി അടിമാലിക്ക് സമീപം കൂമ്പൻപാറയിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ഒരു കുടുംബം മണ്ണിനടിയിൽപ്പെട്ടതായി സൂചന. അടിമാലി ലക്ഷം വീട് ഉന്നതിയിലെ 22 കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തകർക്ക് മണ്ണിനടിയിൽ കുടുങ്ങിയ കുടുംബത്തിൻ്റെ ശബ്ദം, ആ അംഗങ്ങളുടെ ശബ്ദം കേൾക്കാൻ സാധിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. സുബിൻ തോമസ് ആണ് ഞങ്ങളോടൊപ്പം ചേരുന്നത്.